പാനിന്റെ ലെവലിലേക്ക് പോവാണ്. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹിന്ദി പറയുന്ന ആളായിട്ട് ഉണ്ണിച്ചേട്ടൻ മാറിയേക്കാണ്. എന്താ പറയുന്നത്? ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ്. ഉണ്ണിയുടെ സന്തോഷം എന്റെ കൂടെ സന്തോഷമാണ്. ഈ അടുത്തിടെ ഞാൻ കണ്ട പടങ്ങളിലൊന്നും ഇത്രയും നല്ലൊരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. സൂപ്പർ മൂവി. താങ്ക് യു. സൂപ്പറാണ്. സൂപ്പർ. അതിന്റെ ഡയറക്ഷൻ ടീം അടിപൊളിയായിരുന്നു. ലാഗൊന്നുമില്ലാതെ നമുക്ക് കണ്ടിരിക്കാം. ഒരു ടോവിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ വില്ലനും നല്ല സൂപ്പറാണ്. കൊള്ളാം. നല്ല പടം. ആക്ഷൻ കൊള്ളാം. നല്ല പെർഫെക്റ്റ് ആക്ഷനാണ്. കൊള്ളാം. ടോവിനോ ആയാലും ആ ഇതായാലും നല്ല നന്നായിട്ട് വില്ലനായാലും നല്ല അടിപൊളി. എൻഗേജിങ് ആണ്. ലാഗൊന്നുമില്ല പടത്തിൽ. വലിയ ലാഗൊന്നുമില്ല. ഒരു എൻഗേജിങ് മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചാവുള്ളൂ. അത് കുഴപ്പമില്ല. ടോവിനോയുടെ പെർഫോമൻസ് നല്ല അടിപൊളിയാണ്. കുഴപ്പമില്ല. പടം പൊളിച്ചടിക്കും. പോസ്റ്ററിലെ കാണുന്നത്. പിന്നെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് ഫൈറ്റും പൊളിയാണ്. ഇച്ചിരി ക്ലൈമാക്സ് ഫൈറ്റ് ഇച്ചിരി മാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്പെൻസ് ത്രില്ലിംഗ് ആണ്. രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. അത് നല്ല ഇൻവെസ്റ്റിന് ത്രില്ലിംഗ് ആണ്. പിന്നെ നമ്മുടെ ഒരു വില്ലനുണ്ടല്ലോ തമിഴ് പടത്തിലേക്ക് കാണിച്ചേ, ക്രിസ്റ്റഫറിനകത്ത് കാണിച്ചേ, പുള്ളി പൊളിയാട്ടോ. പുള്ളി അടിപൊളിയാണ്. പുള്ളി അന്നും ഇന്നും പൊളിയായിട്ട് തന്നെ. ടോവിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം അടിപൊളിയായിട്ടുണ്ട്. നല്ല കിടിലം പടമാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനെ. ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആണ്. ടോവിനോടെ ക്യാരക്ടർ നമ്മൾ പറയുന്നില്ല. സ്പോയിലർ പടം സ്റ്റാർട്ട് ചെയ്തില്ലേ ഉള്ളൂ. പിന്നെ നമ്മളെ ക്യാരക്ടർ പിടിച്ചാണ് വന്നിരിക്കുന്നത്. ആ ടോവിനോട് ലുക്കിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ക്യാരക്ടർ പിടിച്ച് വന്നേ പടം പൊളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ സിവിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇതാണ് കണ്ണടി വെച്ചായിരുന്നത്. പടം താർത്ത് വാരി. ഈ വർഷം തുടക്കം താർത്ത് വാരിയിട്ടുണ്ട്. മോശമാക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചെന്താണോ ട്രെയിലറെ കണ്ടിട്ട് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. പടം ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. നല്ല ഡീസൻറ്റ്, നല്ല ട്വിസ്റ്റൊക്കെയുള്ള. നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അങ്ങനെ വിചാരിച്ച് നിർത്തുന്ന ഒരു ഇൻ്റർവൽ ബ്ലോക്കും ഉണ്ടായി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ ഡീവേറ്റ് ചെയ്ത് വേറെ അങ്ങോട്ടേക്ക് പോയി. കുറേ പുതിയ കഥാപാത്രങ്ങൾ വന്നു. പിന്നെ കഥയുടെ ടോൺ, ആ മൂഡ് തന്നെ മാറിപ്പോയി. പടം ഒരു ത്രില്ലറിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്നിട്ട് കുറച്ചൊരു ആക്ഷൻ മാസ് കൊമേഴ്ഷ്യൽ ഒരു ഇതുള്ള ആ ഒരു മാസ് ത്രില്ലറിലേക്ക് പടം പോയി. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ മലയാള സിനിമ ഇതുവരെ കാണാത്ത 40 മിനിറ്റാണ് ഈ സിനിമയുടെ അവസാനം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ആ 40 മിനിറ്റിനെ ശരിക്കും ബോറടിപ്പിച്ച് ഒരു നല്ല ബിഗ് ക്യാൻവാസിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബിൽഡപ്പ് കുറച്ച് ഓവറായിട്ട് വലിച്ചു നീട്ടി. അത്യാവശ്യം ആക്ടിങ് എല്ലാം ഡീസൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ല ടൊവിനോ ആയാലും വിനയറായ ആയാലും എല്ലാവരും നല്ല ഓക്കെ പെർഫോമൻസ് ആയിരുന്നു.